അപ്പോൾ എന്തൊക്കെയാണ് ചങ്കുപടീസ്? ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഹെൽത്താണ് എല്ലാത്തിലും മസ്റ്റ് കേട്ടോ. ഇപ്പം എല്ലാ സ്ഥലത്തും പനിയും കാര്യങ്ങളും ജലദോഷമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുകയാണ്. കഴിയുന്നതും എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക, വെച്ച് താമസിപ്പിക്കാതെ ഡോക്ടറെ കണ്ട് കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള, അതായത് നിങ്ങളിപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ ഗുളികയൊക്കെ വാങ്ങി കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പനിയൊക്കെ കാര്യമാക്കാതെ. എന്നാൽ അങ്ങനെയൊന്നും ചെയ്യരുത്. കറക്റ്റായിട്ട് ഡോക്ടർ പറയുന്ന നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുക, ഹെൽത്ത് ഓക്കെ ആക്കുക. ഹെൽത്ത് ഉണ്ടെങ്കിലേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഹാഫ് മോണിറ്റൈസേഷൻ ആയ ഒരുപാട് ആൾക്കാർ ചെയ്തു വെക്കുന്ന തെറ്റുണ്ട്. എന്താണെന്നറിയോ? അതങ്ങോട്ട് മൈൻഡ് ചെയ്യില്ല, അത് മൈൻഡ് ചെയ്യാണ്ടിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ട് അതിന് അപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും. എന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഹാഫ് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് യൂട്യൂബ് ഓക്കെ ആക്കി തരുന്നത് ഒരുപാട് സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം നിങ്ങളുടെ വീഡിയോസിൽ ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻസ്, കോപ്പി റൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂസിക്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് 100% ഒരു പ്രോബ്ലം ഇല്ല എങ്കിലേ നിങ്ങൾക്ക് എന്ത് തരുള്ളൂ, അപ്രൂവൽ തരുള്ളൂ. അല്ലെങ്കിൽ എന്താ ചെയ്യുക, അത് റിജക്റ്റ് ചെയ്ത് വിടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് ആൾക്കാർ റീച്ചിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള വീഡിയോസും ആദ്യം ചെയ്തു വെക്കും. എന്നിട്ട് അവസാനം എന്താവും, ഈ ഒരു പറഞ്ഞ വാച്ച് അവറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടും മോണിറ്റൈസേഷൻ കിട്ടാത്തൊരവസ്ഥ ഒരുപാട് ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വന്തം കണ്ടന്റ് മാത്രം പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സ്വന്തം കണ്ടന്റ് പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യങ്ങളും പേടിക്കാനില്ല. ഇനിയിപ്പം ഇതുപോലെ സംഭവിച്ചിട്ടും, അതായത് റിയൽ കണ്ടന്റ് ചെയ്തിട്ട് പോലും മോണിറ്റൈസേഷൻ ഒരുപാട് താമസിച്ച ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു പ്രത്യേക ഒരു സംഭവമാണ്. അത് നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, നമ്മൾ നോർമൽ കണ്ടന്റ് മാത്രം നമ്മൾ പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഞാൻ പറഞ്ഞ ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളെന്ത് ചെയ്യണം, ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ വെരിഫിക്കേഷനൊക്കെ വരുന്ന സമയം കൊണ്ട് കുറച്ച് സമയം നിങ്ങൾക്ക് കിട്ടും, ക്ലിയറൻസ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടും. ഫുൾ മോണിറ്റൈസേഷൻ്റെ ആ ഒരു കാലഘട്ടം ആകുന്നത് വരെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാച്ച് അവർ കംപ്ലീറ്റ് ആകുന്നത് വരെ ഈ ഒരു ഹാഫ് മോണിറ്റൈസേഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു പരിധിയിൽ നിങ്ങൾക്ക് കിട്ടും. നേരെ മറിച്ച് നിങ്ങളിപ്പം ഫുൾ മോണിറ്റൈസേഷൻ ആണ് വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താവാൻ പറ്റില്ല, നിങ്ങൾക്ക് അത്രയും സമയം നഷ്ടമാണ്. ഇപ്പോൾ ഫുൾ മോണിറ്റൈസേഷന് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള കറപ്ഷൻസ് നിങ്ങളുടെ വീഡിയോസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയം അത്രയും നിങ്ങൾക്ക് നഷ്ടം വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കഴിയുന്നതും നിങ്ങൾക്ക് ഹാഫ് മോണിറ്റൈസേഷന് അപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഇനി അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോസും ഞാൻ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോസിൻ്റെ എന്താ പറയുക, കമൻറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ റീച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നെക്സ്റ്റ് ആ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള കാര്യം. കാരണം നിങ്ങളുടെ താല്പര്യമാണ് ഏറ്റവും മസ്റ്റായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പറയുക, ഈ ഒരു ഹാഫ് മോണിറ്റൈസേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറയണമെങ്കിൽ തുടർന്നൊരു വീഡിയോ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യുന്നതാണ് കേട്ടോ. താങ്ക് യു.